ഹായ് ഫ്രണ്ട്സ്, സാപ്പിട മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. 3 ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ OTT റിലീസ് കംപ്ലീറ്റ് ലിസ്റ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതായത് ഓണം സ്പെഷ്യലായിട്ട് ഏകദേശം 30ഓളം സിനിമകളാണ് കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ചെയ്തിട്ടുള്ളത്. സെപ്റ്റംബർ മാസം 9 തീയതി മുതൽ 15 തീയതി വരെ ഉള്ള റിലീസുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകൾ സീരീസുകളാണെന്നാണ് ഉള്ളതാണ് നോക്കുന്നത്. പിന്നെ ഓണം എല്ലാവരും ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. ഇന്നലെ നബിദിനമായിരുന്നു. അപ്പോൾ ഓണവും നബിദിനമൊക്കെ കഴിഞ്ഞു, എല്ലാവരും ആഘോഷിച്ചു എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി പിന്നെ കഴിഞ്ഞ ആഴ്ചത്തെ റിലീസുകൾ ഏതൊക്കെയാണ് നോക്കാം. 30ഓളം റിലീസുകളാണുള്ളത് 9 തീയതി മുതൽ 15 തീയതി വരെ. ഒന്നാമത്തെ സിനിമ മലയാളത്തിലുള്ള സിനിമയാണ്. നമ്മുടെ ബിജു മേനോനും ആസിഫ് അലിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തലവേ എന്ന് പറഞ്ഞ സിനിമ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, മറാത്തി, ബംഗാളി ഭാഷകളായിട്ട് സോണി ലീവിലാണ് ഈ ഒരു സിനിമ, ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് മലയാളത്തിലുള്ള സിനിമയാണ്. ചിന്നു ചാന്ദ്രി, അതുപോലെ തന്നെ അൽതാഫ് സലീഫൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു വിശേഷം എന്ന് പറഞ്ഞ സിനിമ. സിംപ്ലി സൗത്ത്, അതുപോലെ തന്നെ ആമസോൺ പ്രൈം എന്നീ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു തെലുങ്ക് ഡ്രാമ മൂവിയാണ്. കമ്മിറ്റി കുരോളു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വഴിയാണ് ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു കോമഡി ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ സീരീസ് ആണ്. സിയോൾ ബസ്റ്റേഴ്സ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. Disney+ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. മൾട്ടി ലാംഗ്വേജിൽ അവൈലബിൾ ആണ്. അടുത്തൊരു കോമഡി മൂവിയാണ്, തെലുങ്ക് മൂവിയാണ്. ഇതാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് സീരീസ് ആണ്. ബെഞ്ച് ലൈഫ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. സോണി ലൈവിൽ ഈ ഒരു സീരീസ് മറ്റു ഭാഷകളിൽ തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ത്രില്ലർ മൂവിയാണ്, ഒരു ഹിന്ദി മൂവിയാണ്. ബെർലിൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5 ഹിന്ദി ഭാഷയിൽ മാത്രമാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് കൽബാലി റെക്കോർഡ്സ് ആണ്, ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് ജിയോ സിനിമ വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അതൊരു ആക്ഷൻ ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. രവി തേജ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. മിസ്റ്റർ ബച്ചൻ എന്ന് പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്, ഒരു തമിഴ് സീരീസ് ആണ്. ഗോലി സോഡ റൈസിംഗ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ബംഗാളി, മറാഠി ഭാഷകളിലായിട്ട് ഈ ഒരു സീരീസ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് Disney+ ഹോട്ട്സ്റ്റാറിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു തമിഴ് മൂവിയാണ്, ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. നൻപൻ ഒരുവൻ വந்த പിറക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നൻപൻ ഒരുവൻ വந்த പിറക്. തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ്. ഓഫീസർ ബ്ലാക്ക് ബെൽറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ കൊറിയൻ ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, തമിഴ് ഭാഷകളായിട്ടും അവൈലബിൾ ആണ്, ഹിന്ദി ഭാഷകളായിട്ട് അവൈലബിൾ ആണ്. അടുത്തത് കീർത്തി സുരേഷ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി മൂവിയാണ്. രഘു താത്ത എന്ന് പറഞ്ഞ സിനിമ. ഹിന്ദി, തമിഴ് ഭാഷകളായിട്ട് C5 ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. സെക്ടർ 36 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു മലയാള സിനിമയാണ്. മലയാളത്തിൽ കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത് നല്ല വിജയം കരസ്ഥമാക്കിയ നമ്മുടെ ബേസിൽ ജോസഫിന്റെ നുണക്കുഴി എന്ന് പറഞ്ഞ സിനിമ ജീതു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. C5 മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളിലായിട്ട് ഈ ഒരു കോമഡി ത്രില്ലർ മൂവി അവൈലബിൾ ആണ്. അടുത്ത തമിഴ് എന്നുള്ളൊരു സിനിമയാണ്. നമ്മുടെ ചിയാൻ വിക്രം പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു തങ്കല എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ശരിക്കും പറയാതെ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യേണ്ട സിനിമയാണ്, പക്ഷേ ഇപ്പോൾ ലീക്ക്ഡ് ആണ് വന്നിട്ടുള്ളത്. ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോം വഴി ലീക്ക്ഡ് ആണ് വന്നിട്ടുള്ളത്. തമിഴ് വേഷം മാത്രമേ വന്നിട്ടുള്ളൂ. ലോ ക്വാളിറ്റി പ്രിന്റ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, മിക്കവാറും 20 തീയതി ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, ഹിന്ദി ഭാഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആ സമയത്ത്. അടുത്തൊരു യൂട്യൂബിൽ റിലീസ് ചെയ്ത ഒരു തമിഴ് ഡബ്ഡ് മൂവിയാണ്. പ്ലാൻ ബി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ തന്തി വൺ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അടുത്തത് സയൻസ് ഫിക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. അഗ്ലീസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ, ഈ ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് അവൈലബിൾ ആണ്. അടുത്തത് ഒരു തെലുങ്ക് കോമഡി ഡ്രാമ ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ബാലു ഗാനി ടാക്കീസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് വഴി സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു കന്നഡ മൂവിയാണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. രാജ്ബി ഷെട്ടിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത രൂപാന്തര എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഡാർക്ക് ഫാന്റസി ഹൊറർ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. വൈനോന എയർപ്പ് വെങ്കിയൻസ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ടു ബി OTT പ്ലാറ്റ്ഫോം വഴി ഓവർസീസിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു കന്നഡ മൂവിയാണ്. ഭീമ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആക്ഷൻ മൂവിയാണ്. കന്നഡ ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്.
അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ദ ക്രോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ ഇന്ത്യക്ക് പുറത്തായിട്ട് US-ലാണ് റെന്റ് ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് ഓരോൺ മേ കഹാൻ ദും തഹ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തബു, അജയ് ദേവ്ഗൺ എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ആമസോൺ പ്രൈമിൽ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു ഹൊറർ മൂവിയാണ് ലേറ്റ് നൈറ്റ് വിത്ത് ദ ഡെവിൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിലും ഈ സിനിമ ലയൺസ് ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത മലയാളത്തിലുള്ള ഒരു സിനിമയാണ് ഉർവശിയും അതുപോലെ തന്നെ ഇന്ദ്രൻസ്, സനുഷ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ജലധാര പമ്പ് സെറ്റ് എന്ന് പറയുന്ന സിനിമ ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സിനിമ എന്താ പറയുക റിലീസ് ചെയ്തിട്ടുള്ളത്. ജിയോ സിനിമയിൽ ഇനി മുതൽ മലയാള സിനിമകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ് പരാക്രമം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഈ സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ബ്ലീഡിംഗ് ലവ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ അഡ്വഞ്ചർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് ടീൻസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് മുരി ആൻഡ് കോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകൾ 30ഓളം സിനിമകളാണ് ഈ കഴിഞ്ഞ ഒരാഴ്ച റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഓണം സ്പെഷ്യലായിട്ടൊക്കെ വന്ന സിനിമകളൊക്കെയാണ്. അപ്പോൾ 30ഓളം സിനിമകളുണ്ട്. 9-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസം 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള റിലീസുകളാണ് ഇന്നത്തെ വീഡിയോ നോക്കിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഓണം തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും പിന്നെ എന്താ പറയുക സപ്പോർട്ട് ചെയ്ത് പ്രതീക്ഷിക്കുന്നു. ഇത്രയൊക്കെയാണ് സിനിമകളൊക്കെ ഉള്ളത്. ഇതിൽ ഏതൊക്കെ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. തിയേറ്റർ റിലീസ് ചെയ്ത കൊണ്ടൽ, കിഷ്കിന്ധകാണ്ഡം, ARM ഈ സിനിമകളൊക്കെ കണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാഡ് ബോയ്സിന് പോകാൻ പറ്റിയിട്ടില്ല. എന്തായാലും പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിലേക്ക് റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്ത സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും